വെൽക്കം ടു മൂവി ബ്രാൻഡ്. ബോളിവുഡിൽ നിരവധി ആരാധകരുള്ള താര ജോഡികളാണ് ഐശ്വര്യ റോയും അഭിഷേക് ബച്ചനും. ഇരുവരുടെയും അഭിമുഖങ്ങളും മറ്റും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറാറുണ്ട്. എന്നും പരസ്പരമുള്ള ബഹുമാനത്തിന്റെയും സ്നേഹത്തിന്റെയും കാര്യത്തിൽ ആരാധകർക്ക് മാതൃകയായിരുന്നു അഭിഷേകും ഐശ്വര്യയും. എന്നാൽ നടി അഭിഷേക് ബച്ചന്റെ വീട്ടുകാരുമായി അകൽച്ചയിലാണെന്ന് അഭ്യൂഹങ്ങൾ സോഷ്യൽ മീഡിയയിലെ ചർച്ചയാണ്. റിപ്പോർട്ടുകൾ പ്രകാരം അഭിഷേക് ബച്ചനും ഐശ്വര്യ റോയും തമ്മിലുള്ള ദാമ്പത്യ ജീവിതത്തിൽ വിള്ളലുകൾ വീണിട്ടുണ്ട്. പലപ്പോഴും ഐശ്വര്യയോടുള്ള തങ്ങളുടെ ബച്ചൻ കുടുംബം പരസ്യമായി തന്നെ പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. അഭിഷേകിന്റെ അച്ഛൻ അമിതാഭ് ബച്ചനുമായും കുടുംബത്തിലെ മറ്റുള്ളവരുമായും വളരെ നല്ല ബന്ധമായിരുന്നു ഐശ്വര്യയ്ക്കുണ്ടായിരുന്നത്. ആനന്ദ് അംബാനിയുടെ വിവാഹ വിരുന്നിനെത്തിയ ബച്ചൻ കുടുംബം ഐശ്വര്യയിൽ നിന്നും അകലം കാണിച്ചത് വലിയ വാർത്തയായിരുന്നു. വിവാഹത്തിന് ബച്ചൻ കുടുംബം ഒന്നിച്ചായിരുന്നു എത്തിയത്. എന്നാൽ ഇവർക്കൊപ്പം ഐശ്വര്യയും മകളും ഉണ്ടായിരുന്നില്ല. അഭിഷേക് ബച്ചൻ തന്റെ കുടുംബത്തോടൊപ്പം വന്നപ്പോൾ ഐശ്വര്യ മകളുടെ കൂടെയായിരുന്നു വന്നത്. എല്ലാവരും ചേർന്ന് ഫോട്ടോ എടുക്കുകയും ചെയ്തിരുന്നില്ല. പരസ്യമായി ഇരുവരും ഒരിക്കൽ പോലും പരസ്പരം തള്ളിപ്പറയുകയോ മോശമായി പെരുമാറുകയോ ചെയ്തിട്ടില്ലെങ്കിലും അഭിഷേകിന്റെ അമ്മ ജയ ബച്ചനുമായി ഐശ്വര്യയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായാണ് പല റിപ്പോർട്ടുകളും പറഞ്ഞിരുന്നത്. അച്ഛന്റെയും അമ്മയുടെയും പാതയിലൂടെയാണ് അഭിഷേക് സിനിമയിലേക്ക് എത്തുന്നത്. ബോളിവുഡിലെ മുൻനിര നടനായി മാറാനും അഭിഷേകിന് സാധിച്ചു. 3 പതിറ്റാണ്ടോളമായി ബോളിവുഡിലെ നിറ സാന്നിധ്യമാണ് അഭിഷേക് ബച്ചൻ. ഓർത്തിരിക്കാവുന്ന ഒരുപാട് സിനിമകളും പ്രകടനങ്ങളും അഭിഷേക് ബച്ചൻ സമ്മാനിച്ചിട്ടുണ്ട്. കാലത്തിനൊപ്പം തന്നിലെ നടനെ പുതുക്കിയാണ് അഭിഷേക് ബച്ചൻ കരിയറിൽ ഒരിടവേളയ്ക്ക് ശേഷം തിരികെ വരുന്നത്. കരിയറിൽ ഉടനീളം അച്ഛൻ അമിതാഭ് ബച്ചനുമായുള്ള താരതമ്യം ചെയ്യലുകളെ നേരിടേണ്ടി വന്നിട്ടുണ്ട് അഭിഷേക് ബച്ചന്. ബച്ചനോളം വലിയ താരമാകാൻ സാധിക്കാത്തതും തുടക്കകാലത്ത് അഭിനയത്തിലുണ്ടായിരുന്ന പോരായ്മയുമെല്ലാം അഭിഷേകിന്റെ വിമർശന പാത്രമായിരുന്നു. എന്നാൽ തന്നിലെ നടനെ മെച്ചപ്പെടുത്തി സ്വന്തമായി ഒരിടം അഭിഷേക് കണ്ടെത്തി. വിവാഹിതനായതോടെ അഭിഷേകിനെ ഐശ്വര്യയുമായി താരതമ്യം ചെയ്യുന്നതും പതിവായി മാറി. അഭിഷേകിനേക്കാളും വലിയ താരമാണ് ഐശ്വര്യ എന്നതായിരുന്നു താരതമ്യങ്ങളുടെയും പരിഹാസങ്ങളുടെയും കാരണം. കരിയറിൽ ഉടനീളം തന്റെ അച്ഛനുമായും ഭാര്യയുമായുള്ള താരതമ്യങ്ങൾ അഭിഷേകിനെ അലട്ടുന്നുണ്ട്. ഒരിക്കൽ ഇതേക്കുറിച്ച് അഭിഷേക് തന്നെ സംസാരിക്കുകയുണ്ടായി. CNBC TV 18 നൽകിയ ഒരു അഭിമുഖത്തിലാണ് അഭിഷേക് താരതമ്യം ചെയ്യലുകളെ കുറിച്ച് സംസാരിച്ചത്. അതൊരിക്കലും എളുപ്പമാകില്ല. പക്ഷേ 25 വർഷമായി ഒരേ ചോദ്യമാണ് ചോദിക്കുന്നത്. അതൊന്നും എന്നെ ബാധിക്കാതായിട്ടുണ്ട് എന്നാണ് അഭിഷേക് ബച്ചൻ പറഞ്ഞത്. നിങ്ങൾ എന്റെ അച്ഛനുമായിട്ടാണ് എന്നെ താരതമ്യം ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ ഏറ്റവും മികച്ചതുമായാണ് താരതമ്യം ചെയ്യുന്നത്. ഈ വലിയ പേരുകൾക്കിടയിൽ ഒരിടം എനിക്കുണ്ടെന്നാണ് ഞാനും കരുതുന്നത്. എന്റെ മാതാപിതാക്കൾ എന്റെ മാതാപിതാക്കളാണ്. എന്റെ കുടുംബം എന്റെ കുടുംബമാണ്. എന്റെ ഭാര്യ എന്റെ ഭാര്യയാണ്. അവരുടെ നേട്ടത്തിൽ എനിക്ക് അതിയായ ആത്മവിശ്വാസമുണ്ടെന്നും അഭിഷേക് ബച്ചൻ പറയുന്നുണ്ട്. അദ്ദേഹം മുന്നിൽ നിന്ന് നയിക്കുകയാണ്. ഓരോ രാത്രിയും ഉറങ്ങും മുൻപ് ഞാൻ ആലോചിക്കുന്നത് എനിക്ക് 82 വയസ്സാകുമ്പോൾ എന്റെ അച്ഛന് 82 വയസ്സായി. പക്ഷെ അദ്ദേഹം ഇപ്പോഴും ഇവിടെ തന്നെയുണ്ട് എന്ന് എന്റെ മകൾ പറയണമെന്നാണ് എന്നും അഭിഷേക് പറയുന്നുണ്ട്. തന്റെ കരിയറിൽ തുടർ പരാജയങ്ങൾ നേരിടേണ്ടി വന്നപ്പോഴാണ് അഭിഷേക് ബച്ചൻ ഇടവേള എടുക്കുന്നത്. തിരിച്ചുവരവിൽ അഭിനയ പ്രാധാന്യമുള്ള സിനിമകൾ ചെയ്ത് അദ്ദേഹം കയ്യടി നേടി. എന്നും പരസ്പരമുള്ള ബഹുമാനത്തിന്റെയും സ്നേഹത്തിന്റെയും കാര്യത്തിൽ ആരാധകർക്ക് മാതൃകയായിരുന്നു അഭിഷേകും ഐശ്വര്യയും. എന്നാൽ കഴിഞ്ഞ കുറച്ചു നാളുകളായി ഇരുവരും തമ്മിൽ അത്ര സ്വരച്ചേർച്ചയിലായിരുന്നില്ലെന്ന തരത്തിലായിരുന്നു പുറത്തു വന്നിരുന്ന റിപ്പോർട്ടുകൾ. ഐശ്വര്യയുടെ ജന്മദിനാഘോഷത്തിൽ അഭിഷേക് പങ്കെടുക്കാതിരുന്നതും ബച്ചൻ കുടുംബത്തോട് ഐശ്വര്യ അകലം പാലിക്കുന്നതുമെല്ലാം ആരാധകരുടെ ഇത്തരം സംശയങ്ങൾക്ക് ആക്കം കൂട്ടുന്നതായിരുന്നു. എന്നാൽ തങ്ങൾക്കിടയിൽ പ്രശ്നങ്ങളൊന്നുമില്ലെന്നും ഇപ്പോഴും നല്ല രീതിയിൽ പോകുന്നതായിട്ടും അഭിഷേക് സൂചിപ്പിച്ചിരുന്നു. ഇടയ്ക്ക് ഇവർ ഒരുമിച്ചുള്ള ചിത്രങ്ങളെല്ലാം പുറത്തു വന്നിരുന്നു. എന്നാൽ ഭർത്തൃമാതാവ് ജയ ബച്ചനും ഭർത്താവിന്റെ സഹോദരി ശ്വേതാ ബച്ചനുമായാണ് ഐശ്വര്യയ്ക്ക് പ്രശ്നങ്ങളെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇപ്പോഴത്തെ ഐശ്വര്യയും ജയ ബച്ചനും തമ്മിൽ അകൽച്ചയുണ്ടെന്ന വാദത്തിന് പുതിയ തെളിവുകൾ നിരത്തുകയാണ് ആരാധകർ. കുറച്ചു നാളുകൾക്ക് മുൻപ് ഫിലിം മേക്കറും നടനുമായ അശുതോഷ് ഗൌരിക്കറിന്റെ മകന്റെ വിവാഹത്തിന് ബച്ചൻ കുടുംബം എത്തി. ജയ ബച്ചൻ, ഐശ്വര്യ റോയ്, അഭിഷേക് ബച്ചൻ എന്നിവരാണ് വിവാഹത്തിനെത്തിയത്. ഗ്രൂപ്പ് ഫോട്ടോയ്ക്ക് വധുവിനും വരനും ഒപ്പം ജയ ബച്ചനും അഭിഷേകും നിന്നു. എന്നാൽ ഐശ്വര്യ റോയെ അവർക്കൊപ്പം കാണുന്നില്ല എന്നായിരുന്നു. ജയ ബച്ചനൊപ്പം നിൽക്കാൻ ഐശ്വര്യ തയ്യാറാകാത്തതാണെന്ന വാദം. നേരത്തെ ആനന്ദ് അംബാനിയുടെ വിവാഹത്തിനെത്തിയപ്പോഴും ഐശ്വര്യ ഭർത്താവിന്റെ വീട്ടുകാർക്കൊപ്പം ഫോട്ടോയ്ക്ക് നിന്നിരുന്നില്ല. നിലവിൽ പ്രചരിക്കുന്ന ഗോസിപ്പുകളെ ഒരുമിച്ചുള്ള ഒരു ഫോട്ടോ കൊണ്ട് ഐശ്വര്യയ്ക്കും ജയ ബച്ചനും ഇല്ലാതാക്കാം. എന്നാൽ ഇവർ അതിന് തയ്യാറാകാത്തത് അഭ്യൂഹങ്ങൾക്ക് ആക്കം കൂട്ടുന്നു. പ്രചരിക്കുന്ന ഗോസിപ്പുകൾ സത്യമായിരിക്കാമെന്നും എന്തോ പ്രശ്നമുണ്ടെന്നും ആരാധകർ വാദിക്കുന്നുണ്ട്. ഐശ്വര്യ അഭിഷേകിനോടും അദ്ദേഹത്തിന്റെ കുടുംബത്തിനോടും വളരെ നല്ലവളായിട്ടും ദയുള്ളവളുമായിട്ടാണ് പെരുമാറിയത്. പക്ഷെ നിങ്ങളുടെ ഭാര്യയുടെ കരിയർ നശിപ്പിച്ചു എന്നാണ് അഭിഷേകിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ചിലർ പറഞ്ഞത്. എന്നാൽ അഭിഷേക് ഐശ്വര്യയുടെ ജീവിതം നശിപ്പിച്ചിട്ടില്ല എന്നാണ് മറ്റു ചില ആരാധകരുടെ വാദം. ആദ്യം അമ്മയാകാൻ തീരുമാനിച്ചത് ഐശ്വര്യയാണ്. മകളെ സ്വയം വളർത്താൻ തീരുമാനിച്ചതും കുടുംബിനിയായിരിക്കാൻ തീരുമാനിച്ചതുമൊക്കെ ഐശ്വര്യയാണ്. അവിടെ അഭിഷേകിനെ കുറ്റപ്പെടുത്തുന്നതിൽ എന്ത് കാര്യമാണ് ഉള്ളതെന്നുമാണ് ആരാധകർ ചോദിക്കുന്നത്. അതേസമയം ജയ ബച്ചൻ ഐശ്വര്യയെക്കുറിച്ച് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പറഞ്ഞതും ചർച്ചയായിരുന്നു. സ്വന്തം മകളായാണ് ഐശ്വര്യയെ കാണുന്നത്
കാണുന്നത് എന്നാണ് ജയ ബച്ചൻ പറഞ്ഞത്. തങ്ങളുടെ മകൾ ശ്വേത വീട്ടിലില്ലാത്ത വിടവ് നികത്തുന്നത് ഐശ്വര്യയാണെന്നും ജയ ബച്ചൻ പറഞ്ഞിരുന്നു. കോഫി വിത്ത് കരൺ ഷോയിലായിരുന്ന ജയ ബച്ചൻ ഐശ്വര്യയെക്കുറിച്ച് പറഞ്ഞത്, മകൾ ശ്വേത ബച്ചൻ വിവാഹിതയായപ്പോൾ അമിതാഭ് ബച്ചന്റെ ജീവിതത്തിൽ ഒരു ശൂന്യത ഉണ്ടായിരുന്നുവെന്നും ഐശ്വര്യ റോയ് തന്റെ വീട്ടിലേക്ക് മരുമകളായി എത്തിയപ്പോൾ ശൂന്യത ഇല്ലാതായി എന്നും അഭിഷേക് കാണുമ്പോഴെല്ലാം ബച്ചൻ സന്തോഷവാനാണെന്നും ജയ ബച്ചൻ പറഞ്ഞിരുന്നു. തങ്ങൾ ഐശ്വര്യ മരുമകളായി കണ്ടിട്ടില്ല എന്നും മകളെ പോലെയാണ് കണ്ടിരുന്നത് എന്നും ജയ ബച്ചൻ പറഞ്ഞിരുന്നു. ഇതോടൊപ്പം തന്റെ ഭർത്താവ് അമിതാഭ് ബച്ചനെ കുറിച്ചും ജയ സംസാരിച്ചു. തന്റെ മരുമകൾ ഐശ്വര്യ വീട്ടിൽ കാണുമ്പോഴെല്ലാം ബച്ചന്റെ കണ്ണുകൾ തിളങ്ങുമായിരുന്നു. വീട്ടിൽ വരുന്ന ശ്വേതയെ നോക്കി നിൽക്കും പോലെയാണ് ഐശ്വര്യയെയും അതേ സ്നേഹത്തോടെ നോക്കിയിരുന്നത്. ശ്വേത പോയപ്പോൾ ഉണ്ടായ ശൂന്യത ഐശ്വര്യ വന്നപ്പോൾ പൂർണ്ണമായി. ശ്വേത കുടുംബത്തിലില്ല, മറ്റൊരു കുടുംബത്തിലേക്ക് പോയി എന്നും ഇനി അവൾ ബച്ചൻ ഫാമിലി അല്ലെന്നത് ഉൾക്കൊള്ളാൻ വളരെ പ്രയാസം നേരിട്ടു. അതുപോലെ തന്നെ ഒരിക്കൽ സ്റ്റാൻഡസ്റ്റ് മാസികയുമായി സംസാരിക്കവേ ജയ ഐശ്വര്യയിലെ അമ്മയെയും പ്രശംസിച്ചിരുന്നു. അന്ന് ഐശ്വര്യയെ വണ്ടർഫുൾ മദർ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഐശ്വര്യ ഇൻഡസ്ട്രിയിലെ വലിയ താരമാണ്, എന്നിട്ടും തന്റെ കുടുംബത്തിന് വലിയ പ്രാധാന്യം നൽകുന്നു. അവൾ ഒരു ശക്തയായ സ്ത്രീയാണ്, ഒരു മനോഹരമായ അമ്മയാണ്. മകളെ അവൾ സ്വയം പരിചരിക്കും, എല്ലാ ജോലികളും സ്വയം ചെയ്യുമെന്നുമാണ് മരുമകളെ കുറിച്ച് ജയ പറഞ്ഞത്. ആരാധ്യ ജനിച്ച ശേഷം വിരലിൽ എണ്ണാവുന്ന സിനിമകളിലെ ഐശ്വര്യ അഭിനയിച്ചിട്ടുള്ളൂ. അമ്മയായ ശേഷം തങ്ങൾ ആരാധിച്ചിരുന്ന ഐശ്വര്യയുടെ രൂപത്തിലുണ്ടായ കാര്യമായ മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ പല ആരാധകർക്കും കഴിഞ്ഞിരുന്നില്ല. പ്രസവശേഷം കാൻ ഫിലിം ഫെസ്റ്റിവലിൽ എത്തിയപ്പോൾ പലരും ഇത് ചൂണ്ടിക്കാട്ടിയിരുന്നു. നന്നായി വണ്ണം വെച്ച് എത്തിയ ആ നടിയെ കണ്ട് ഐശ്വര്യ തന്നെയാണോ ഇതെന്നാണ് പലരും ചോദിച്ചത്. ഐശ്വര്യയ്ക്ക് എന്തെങ്കിലും രോഗമാണോ? അതാണോ ഈ വണ്ണത്തിന് പിന്നിൽ? എന്ത് സംഭവിച്ചു? സാധാരണ പ്രസവശേഷം നടിമാർ പെട്ടെന്ന് വണ്ണം കുറയ്ക്കാറുണ്ട്, എന്നാൽ ഐശ്വര്യയ്ക്ക് അതിന് കഴിയുന്നില്ലല്ലോ. ഇത് എന്തോ രോഗമാണ് എന്നുള്ള തരത്തിലും സംസാരങ്ങൾ വന്നിരുന്നു. പിന്നാലെ കടുത്ത ബോഡി ഷെയ്മിങ്ങും താരത്തിന് നേരിടേണ്ടി വന്നു. എന്നാൽ ഇതൊന്നും തന്നെ ഐശ്വര്യ ബാധിച്ചതേയില്ല. മുഴുവൻ സമയവും തന്റെ കുഞ്ഞിനൊപ്പം അമ്മയായതിന്റെ സന്തോഷത്തിലായിരുന്നു താരം. എന്നാൽ ഒരു അഭിമുഖത്തിൽ തനിക്ക് വണ്ണം കൂടിയതിനെ കുറിച്ച് ഒരിക്കൽ ഐശ്വര്യ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധ നേടിയിരുന്നു. അത് സാധാരണയാണ്, എന്റെ കാര്യത്തിൽ സ്വാഭാവികമായി സംഭവിച്ചത്. ഭാരം കൂടുകയോ അല്ലെങ്കിൽ വാട്ടർ ഡിറ്റൻഷൻ സംഭവിക്കുകയോ ചെയ്തത് ശരീരത്തിനുണ്ടായ സ്വാഭാവിക മാറ്റമാണ്. ഞാൻ കംഫർട്ടബിൾ ആയിരുന്നു. കുഞ്ഞിൽ നിന്നും മാറി നിൽക്കാൻ പറ്റിയ സമയത്ത് ഞാൻ പൊതുവിടങ്ങളിൽ വന്നിട്ടുണ്ട്. വണ്ണം കൂടിയത് ഞാൻ കാര്യമായി എടുത്തിരുന്നെങ്കിൽ ഞാൻ ഒളിക്കുകയോ അല്ലെങ്കിൽ വണ്ണം കുറയ്ക്കാൻ എന്തെങ്കിലും മാർഗം സ്വീകരിക്കുകയോ ചെയ്തേനെ. പക്ഷേ എന്റെ ചോയ്സ് അതായിരുന്നില്ല. എന്നെ അത് ബാധിച്ചിട്ടില്ല. ആളുകൾ ആ ട്രാമ ആസ്വദിച്ചെന്ന് ഞാൻ കരുതുന്നു. ഞാൻ എന്റെ കുഞ്ഞിനൊപ്പം യഥാർത്ഥ ജീവിതത്തിലെ തിരക്കിലായിരുന്നുവെന്നും ഐശ്വര്യ റോയ് പറഞ്ഞിരുന്നു.